ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എപ്പിത്തീലിയം ആണ് പഠിച്ചത്. ടിഷ്യൂസിൻ്റെ ഇടയിലെ എപ്പിത്തീലിയൽ ടിഷ്യൂ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയം പഠിച്ചു. അതിനുള്ളിൽ തന്നെ സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളുംനാർ എപ്പിത്തീലിയം, സ്ട്രാറ്റിഫൈഡ് നമ്മൾ പഠിച്ചായിരുന്നു. കോമ്പൗണ്ടും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്ക്വാമസ് എപ്പിത്തീലിയം, പിന്നെ അത് രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതും സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ, സ്ട്രാറ്റിഫൈഡ് കോളുംനാർ, ട്രാൻസിഷണൽ എപ്പിത്തീലിയം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ എപ്പിത്തീലിയത്തിന്റെ സെക്ഷൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ സെക്കൻഡ് ഡിവിഷൻ ഓഫ് ടിഷ്യൂസിലേക്കാണ് പോകുന്നത്. അത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, ഫൈബേഴ്സ് ആൻഡ് സെൽസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസിലേക്ക് പോവും. അതിനുശേഷം നമ്മൾ ഫൈബേഴ്സിനെ പറ്റിയിട്ട് പഠിക്കും. ഫൈബേഴ്സ് 3 ടൈപ്പ് ഉണ്ട്: കൊളാജൻ, ഇലാസ്റ്റിക് ആൻഡ് റെറ്റിക്കുലാർ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ സെൽസ് ആണ്. അപ്പോൾ അതും കുറേ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ട്സിലേക്ക് പോവാം. കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് നോക്കാം. മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ടിഷ്യൂ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ കുറേ ബോൺസ് ഉണ്ടായിരിക്കും, കുറേ സെൽസ് ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ സെൽസൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും കൂടുതൽ. ഇപ്പം മസിൽസും ബോണും തമ്മിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ എന്തൊക്കെ തമ്മിൽ നമ്മുടെ ബോഡി തന്നെ മൊത്തത്തിൽ പല രീതിയിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ടിഷ്യൂ ഇൻ ദ ബോഡി കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇൻ ഇറ്റ്സ് വേരിയസ് ഫോംസ് ദ കണക്റ്റീവ് ടിഷ്യൂ ഹാസ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ്. പല സെൽസ് പല ഉപയോഗങ്ങൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേരിയസ് ഫോംസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഹാസ് വെറൈറ്റി ഓഫ് ഫങ്ഷൻസ്. അടുത്ത പോയിന്റ്, ഇറ്റ് ബൈൻഡ്സ് ടുഗെദർ. അതെല്ലാം കൂടെ തന്നെ ഒരുമിച്ച് കൂടിച്ചേരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്നു അതർ ബോഡി ടിഷ്യൂസ്, പ്രൊട്ടക്ട് ഇന്റേണൽ ഓർഗൻസ്. അപ്പോൾ ഈ ടിഷ്യൂകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ടിഷ്യൂ എല്ലാം ഒരുമിച്ചിരിക്കുന്നു, അത് തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നു, അതൊരു സ്ട്രെങ്ത് കൊടുക്കുന്നു നമ്മുടെ ബോഡി ടിഷ്യൂസിനും, അതേപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസിനെയും ഒക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെയാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ഫങ്ഷൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ദ മേജർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ മേജർ ട്രാൻസ്പോർട്ട് സിസ്റ്റവും ഈ കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മളെ ബ്ലഡ്, അതേപോലെ തന്നെ പല രീതിയിലുള്ള ബോഡി ഫ്ലൂയിഡ്സ്, അതൊക്കെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. പ്ലാസ്മ, അതൊക്കെ തന്നെ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് ദ മേജർ സൈറ്റ് ഓഫ് സ്റ്റോർഡ് എനർജി റിസർവ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോട്ടിലേക്ക് പോവാം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ബേസിക് എലമെന്റ്സ്. 3 ബേസിക് എലമെന്റ്സ് ആണ് ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂവിലുള്ള. ഒന്നാമത് തന്നെ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, അടുത്തതായിട്ട് ഫൈബേഴ്സ്, അടുത്തതായിട്ട് സെൽസ്. ഈ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2 സെല്ലുകൾ ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, ഒരു 3-4 സെല്ലുകളൊക്കെ ഒരുമിച്ചൊക്കെ ഇരിക്കും. ആ സമയത്ത് ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, സെല്ലുകൾക്ക് ഇടയിലുള്ള സബ്സ്റ്റൻസസ്, അതേപോലുള്ള സബ്സ്റ്റൻസിനൊക്കെയാണ് നമ്മൾ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസിലേക്ക് പോവാം. ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, ദേ ആർ നോൺ ലിവിങ് ഇൻ വിച്ച് സെൽസ് ലിവ്. ഈ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസിനകത്ത് സെൽസ് ഇല്ല, അങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് നോൺ ലിവിങ് ആണ്, കാരണം അവിടെ സെൽസ് ഇല്ല. ദേ ആർ നോൺ ലിവിങ് ഇൻ വിച്ച് സെൽസ് ലിവ്. സെൽസ് താമസിക്കുന്ന നോൺ ലിവിങ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ വീട്, നമ്മൾ ലിവിങ് ആണ്, ഞാനോ അല്ലെങ്കിൽ നിങ്ങളും ഒക്കെ തന്നെ ലിവിങ് ആണ്. നിങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്. അതേപോലെയാണ് സെൽസിന്റെ കാര്യം. സെൽസ് ലിവിങ് ആണ്, സെൽസ് താമസിക്കുന്ന ഇന്റർസെല്ലുലാർ ഏരിയ എന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്. ദേ പ്രൊവൈഡ് സ്ട്രെങ്ത്, സപ്പോർട്ട് ടു ദ ടിഷ്യൂസ്. ടിഷ്യൂസിന് സ്ട്രെങ്തും അതേപോലെ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ്. ഗ്ലൈക്കോ അമിനോ ഗ്ലൈക്കൻസും ഗ്ലൈക്കോ പ്രോട്ടീൻസും ഒക്കെയാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിലായിട്ട് ഗ്ലൈക്കോ പ്രോട്ടീൻസും അതേപോലെ തന്നെ ഗ്ലൈക്കോ അമിനോ ഗ്ലൈക്കൻസും ഒക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസിന്റെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് കേട്ടോ.
അടുത്ത നോട്ടിലേക്ക് പോവാം. നമുക്ക് നെക്സ്റ്റ് അത്രയേ ഉള്ളൂ ഇന്റർ സെല്ലുലാർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അത് നോൺ ലിവിങ് ആണ്, അത് നമ്മുടെ ബോഡിയിൽ സെൽസിന്റെയൊക്കെ ഇടയിൽ കാണുന്നതാണ്, ഇൻ വിച്ച് സെൽസ് ലീവ്. അടുത്തതായിട്ടുള്ള ഡിവിഷനാണ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഫൈബേഴ്സ് മെയിൻ ആയിട്ട് 3 ടൈപ്പിലുണ്ട്. ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഷോർട്ട് നോട്ടിലായിട്ടൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ചോദിക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 ടൈപ്പ് ഫൈബേഴ്സിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ഫൈബർ എന്ന് പറയുന്നത് കൊളാജൻ ഫൈബറാണ്. ഈ ഒരു ഫൈബറിന്റെ പിക്ചർ വരയ്ക്കണം എന്നുള്ളത് അത്ര നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, വേണമെങ്കിൽ വരച്ചാൽ മതി. ഇത് ഡിഫിക്കൽട്ടാണ് ഈ ഒരു ഫൈബേഴ്സിന്റെ സ്ട്രക്ചറൊക്കെ വരയ്ക്കുന്നത്. അങ്ങനെ ഒരു ഈ ഒരു ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിക്കാറില്ല, ഇതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ. എന്നാലും ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കൊളാജൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കാണുന്നത്. They are found in all connective tissue in the fresh state. ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ, ഒരു പുതിയ ഒരു സ്റ്റേറ്റിൽ, അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു കൊളാജൻ ഫൈബേഴ്സ് കാണുന്നത്. എല്ലാ തരം കണക്റ്റീവ് ടിഷ്യൂസിലും ഈ ഒരു കൊളാജൻ കാണാറുണ്ട്. ദേ ആർ വൈറ്റ് ഇൻ കളർ. അതൊക്കെ വൈറ്റ് ഇൻ കളറാണ് ഈ ഒരു കൊളാജൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ കോൾഡ് ആസ് വൈറ്റ് ഫൈബേഴ്സ്. വൈറ്റ് ഇൻ കളറാണ് കൊളാജൻ ഫൈബേഴ്സ്, അതുകൊണ്ട് തന്നെ അതിനെ വൈറ്റ് ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. ദീസ് ഫൈബേഴ്സ് ആർ ട്രാൻസ്പെറൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കിയേക്കുക. ദേ ആർ വൈറ്റ് ഇൻ കളർ, അതേപോലെ തന്നെ ദേ ആർ ട്രാൻസ്പെറൻറ്റ്, വേവി. ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞത് കണ്ടോ, കുഴഞ്ഞാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വേവിയാണ് അത്. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്, കുഴഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മടങ്ങും, ഫ്ലെക്സിബിളും സോഫ്റ്റും ഒക്കെയാണ് ഈ ഒരു ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഫൈബർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പോയിന്റ്സ് ഓർത്തേക്കുക. വൈറ്റ് ഇൻ കളറാണ്, അതുകൊണ്ട് തന്നെ വൈറ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നു. അത് ട്രാൻസ്പെറൻ്റ് ആണ്, അതേപോലെ തന്നെ വേവി ആണ്, ഫ്ലെക്സിബിൾ ആണ്, സോഫ്റ്റ് ആണ്. ദേ കണ്ടെയ്ൻ പ്രോട്ടീൻ കോൾഡ് കൊളാജൻ ഫൈബേഴ്സ്. അപ്പോൾ തന്നെ ഫൈബർ, അതിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊളാജൻ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ബാക്കി കൊളാജന്റെ ഇതിലേക്ക് പോകാം. കൊളാജൻ ഡിഫറെന്റ് ടൈപ്പിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് 90% ഓഫ് കൊളാജൻ ഇൻ ദ ബോഡി അബണ്ടന്റ് ഇൻ ബോൺസ്, ഡെൻഡൻസ്, ടീത്ത്, ഡെർമിസ് ഓഫ് സ്കിൻ എക്സെട്ര. നമ്മുടെ സ്കിന്നിന്റെ പുറം തൊലിയിൽ, അതേപോലെ തന്നെ ബോണിന്റെ ചുറ്റുമായിട്ടും ഡെൻഡൻ എന്ന് പറയുമ്പോൾ 2 ബോൺസ് തമ്മിൽ ചേരുന്ന ഏരിയകളും അങ്ങനെയൊക്കെ ഡെൻഡൻ, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയസിലും ഒക്കെ, പിന്നെ ടീത്തിലും, പിന്നെ നമ്മുടെ ഡെർമിസ് ഓഫ് സ്കിന്നിലും ഒക്കെയാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് കൊളാജൻ ആണ് 90% കാണുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് കൊളാജൻ എന്ന് പറയുന്നത് മെയിൻലി കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് എന്ന് പറയുന്നത് മടങ്ങൊക്കെ ചെയ്യുന്ന കാർട്ടിലേജസ് ആയിട്ടുള്ള ഏരിയകളിലാണ്. നമ്മുടെ ഇയറിന്റെ ആ ഒരു പോർഷനൊക്കെ, വെളിയിലുള്ള എക്സ്റ്റേണൽ ഇയറൊക്കെ ഈ ഒരു മെയിൻ കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കാണ് സെക്കൻഡ് ടൈപ്പ് കാണുന്നത്. തേർഡ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മെയിൻലി ബ്ലഡ് വെസൽസിലും, അതേപോലെ തന്നെ യൂട്രസിലും, അതേപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്സിലും സ്കിന്നിലും ഒക്കെയാണ് തേർഡ് ടൈപ്പ് കാണുന്നത്. അടുത്തതായിട്ട് ഫോർത്ത് ടൈപ്പ് ഓഫ് കൊളാജൻ നമുക്ക് കാണാൻ പറ്റുന്നത് ബേസ് ലാമിനയിലാണ്. ബേസ് ലാമിന അല്ലെങ്കിൽ ബേസൽ ലാമിന എന്ന് പറയുന്നത് ഭയങ്കര തിന്നും ഫ്ലെക്സിബിളുമായിട്ടൊക്കെ നമ്മൾ എപ്പിത്തീലിയൽ സെൽസിൻ്റെയൊക്കെ അടിയിലൊക്കെ കാണുന്ന ഒരു ലെയറാണ് ബേസ് ലാമിന എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിലും, അതേപോലെ തന്നെ ഫീറ്റൽ മെംബ്രെയിനിലും ഒക്കെ ഫിഫ്ത്ത് ടൈപ്പ് കാണും. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് കൊളാജൻ ഫൈബേഴ്സ് ഉണ്ട്. അടുത്ത നോട്ടിലേക്ക് പോവാം. അടുത്തതായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആണ് അടുത്തതായിട്ട് കാണുന്നത്. ഇലാസ്റ്റിക് ഫൈബേഴ്സ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫൈബർ ആണ്. ദേ ആർ ലോങ് ആൻഡ് തിക്ക് ഫൈബേഴ്സ്. ഭയങ്കര ലോങ്ങും അതേപോലെ കുറച്ച് കട്ടിയുള്ളതുമായിട്ടുള്ള ഫൈബേഴ്സ് ആണ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കൊളാജൻ ഫൈബേഴ്സിൽ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? അത് സോഫ്റ്റും വേവിയും ഫ്ലെക്സിബിളുമാണ്. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ഫൈബേഴ്സ് കുറച്ച് തിക്കാണ്. അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കുക. ടിഷ്യൂ ഈസ് റിച്ച് ഇൻ ഇലാസ്റ്റിക് ഫൈബേഴ്സ്. ദ ടിഷ്യൂസ് വിച്ച് ആർ റിച്ച് ഇൻ ഇലാസ്റ്റിക് ഫൈബേഴ്സ് അപ്പിയർ യെല്ലോ. അപ്പോൾ നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ കൊളാജൻ ഫൈബേഴ്സ് എങ്ങനെയായിരുന്നു? വൈറ്റ് കളർ ആയിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? യെല്ലോ കളറാണ്. അതേപോലെ തന്നെ ഫ്രഷ് സ്റ്റേറ്റിലാണെങ്കിൽ അത് യെല്ലോ കളറായിട്ടായിരിക്കും കാണുന്നത്. They are known as elastic fibers. Elastic fibers are made up of protein called elastin. അപ്പോൾ നേരത്തെ കൊളാജൻ ഫൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കോൾഡ് കൊളാജൻ ആയിരുന്നു. ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കോൾഡ് ഇലാസ്റ്റിൻ ആണ്. ഫൗണ്ട് ഇൻ സെൽസ് ഓഫ് മേജർ ബ്ലഡ് വെസൽസ്. മേജർ ആയിട്ടുള്ള ബ്ലഡ് വെസൽസിലൊക്കെ തന്നെ
ഈ ഒരു ഇലാസ്റ്റിക് ഫൈബേഴ്സ് കാണും. മോസ്റ്റ്ലി അയോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിലേക്ക് മെയിനായിട്ട് ബ്ലഡ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കുഴലാണ് അയോട്ട. അതേപോലെ തന്നെ ഇലാസ്റ്റിക് ആയിട്ടുള്ള കാർട്ടിലേജ്. പിന്ന എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിയിൽ കമ്മല് കുത്തില്ലേ, ആ ഒരു സ്ഥലമാണ് പിന്ന. അതേപോലെ തന്നെ എപ്പിഗ്ലോട്ടിസ് എന്നൊക്കെ പറയുന്ന ഏരിയകളിൽ ഇലാസ്റ്റിക് കാർട്ടിലേജസ് പ്രസന്റ് ആണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റെറ്റിക്കുലാർ ഫൈബേഴ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടത് കൊളാജൻ ഫൈബേഴ്സ് ആയിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഇലാസ്റ്റിക് ഫൈബേഴ്സ്. ഇപ്പോൾ ലാസ്റ്റ് തേർഡ് ഫൈബർ എന്ന് പറയുന്നത് റെറ്റിക്കുലാർ ഫൈബർ ആണ്. റെറ്റിക്കുലാർ ഫൈബറിന്റെ ഇതേപോലത്തെ ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും പിക്ചേഴ്സ് വരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് കാണാനായിട്ടാണ് ഇങ്ങനെ ഒരു പിക്ചർ വരച്ചേക്കുന്നത്. റെറ്റിക്കുലാർ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ ഫൈൻ ഫൈബേഴ്സ്, ഭയങ്കര നേർത്ത ഒരു ഫൈബേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറേഞ്ച് ടു ഫോം നെറ്റ് ലൈക്ക് സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക്. ഭയങ്കര നെറ്റായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ കാണുമ്പോൾ ഇത് കണ്ടോ, ഭയങ്കര നെറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ഒരു രീതിയിൽ നെറ്റായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഫൈബർ ആണ് ഈ ഒരു റെറ്റിക്കുലാർ ഫൈബർ എന്ന് പറയുന്നത്. സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് റെറ്റിക്കുലം, സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓർ റെറ്റിക്കുലം എന്നാണ് ഇതിന് പറയുന്നത്. ദേ ആർ ടൈപ്പ് 3 കൊളാജൻ ഫൈബേഴ്സ്. ഒരു ടൈപ്പ് 3 കൊളാജൻ ഫൈബേഴ്സും ഈ റെറ്റിക്കുലർ ഫൈബേഴ്സ് തന്നെയാണ്. ആൻഡ് പ്രൊവൈഡ് എ സപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, ഒരു ഫ്രെയിംവർക്ക് കൊടുക്കലാണ് ഇതിൻ്റെ ഒരു മെയിൻ പണിയെന്ന് പറയുന്നത്. മെയിൻലി സ്പ്ലീൻ എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമിനിൽ കാണുന്ന ഒരു ഓർഗനാണ് സ്പ്ലീൻ. അതേപോലെ തന്നെ ലിംഫിലും നോസിലും ഒക്കെയാണ് ഈ ഒരു റെറ്റിക്കുലാർ ഫൈബേഴ്സ് കാണുന്നത്. അടുത്തതായിട്ട് സെൽസിലേക്ക് പോവാണ്, സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെല്ലാണ് നോക്കാനുള്ളത്. കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡയഗ്രാം സീരീസ് നോക്കുക. ഈ ഒരു കണക്റ്റീവ് സെൽസ് വരയ്ക്കാനായിട്ടുള്ള, കണക്റ്റീവ് ടിഷ്യൂ സെൽസ് വരയ്ക്കാനായിട്ടുള്ള ഡയഗ്രാംസ് ഉണ്ട്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു 3-4 കണക്റ്റീവ് ടിഷ്യൂ സെൽസ് എങ്കിലും വരയ്ക്കാനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ആദ്യമായിട്ട് ദിസ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ ദ മോസ്റ്റ് ന്യൂമറസ് സെൽസ് ഇൻ കണക്റ്റീവ് ടിഷ്യൂസ്. ഏറ്റവും കൂടുതൽ കാണുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. ദേ ആർ ലാർജ് ഫ്ലാറ്റ് സെൽസ്. ലാർജ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള സെൽസ് ആണ്. ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഫൈബേഴ്സ് ആൻഡ് റൗണ്ട് സബ്സ്റ്റൻസ്. ഫൈബേഴ്സിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ റൗണ്ട് സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്ന ലാർജും ഫ്ലാറ്റുമായിട്ടുള്ള സെൽസ് ആണ് ഫൈബ്രോബ്ലാസ്റ്റ്. ദേ ഹെൽപ്പ് ഇൻ ഹീലിംഗ് ഓഫ് വൂണ്ട്സ്. നമുക്ക് വൂണ്ടൊക്കെ സംഭവിക്കുന്നത്, എന്തെങ്കിലും മുറിവൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ ആദ്യം അവിടെ വന്ന് പുതിയ ടിഷ്യൂസ് ഒക്കെ ഫോം ചെയ്യുന്ന ആ ഒരു മെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. അപ്പോൾ അതാണ് ആദ്യത്തെ സെൽ അല്ലെങ്കിൽ സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടുള്ളത് മാക്രോഫേജസ് ആണ്. മാക്രോഫേജസ് ഇതേപോലുള്ള സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത്. അതിനെ ഒന്ന് കാണിച്ചു തരാം. ഇതേപോലൊരു സ്ട്രക്ചറിലാണ് മാക്രോഫേജ് ഇരിക്കുന്നത്. ദേ ആർ ഹൈലി വാസ്കുലാർ. ഇങ്ങനെ ഒരുമാതിരി ഒരു സ്ട്രക്ചർ ഒന്ന് കുഴഞ്ഞു മറിഞ്ഞൊക്കെ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയസ് അത്രയും റൗണ്ട് അല്ലാത്ത ഒരു ന്യൂക്ലിയസ്, ഈ ഒരു രീതിയിലാണ് മാക്രോഫേജസ് ഇരിക്കുന്നത്. ഈ ഒരു മാക്രോഫേജ് ഹൈലി വാസ്കുലാർ ആയിട്ടുള്ള ഏരിയയിൽ കാണുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം കുറച്ച് വെറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ബ്ലഡ് പിന്നെ ലിംഫ് ഫ്ലൂയിഡ് ആ ഒരു ഏരിയാസിലൊക്കെ ആയിരിക്കും ഇത് കാണുന്നത്. ഈ ഒരു സെൽസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റിക് സെൽസ് ആണ്. അപ്പോൾ സ്പെല്ലിങ് കുറച്ചും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഫാഗോസൈറ്റിക്, PHAGOCYTIC. ഫാഗോസൈറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം എന്തെങ്കിലും ഒരു വേണ്ടാത്ത മൈക്രോ ഓർഗാനിസം എങ്ങാനും ഈ ഒരു സെല്ലിൻ്റെ അടുത്തേക്ക് വരിക, എന്തെങ്കിലും വേറൊരു മൈക്രോ ഓർഗാനിസം വന്നാൽ ഇത് തുറന്ന് ഈ ഒരു ഓർഗനെ എൻഗൾഫ് ചെയ്ത് അതിൻ്റെ ഉള്ളിലാക്കും. ഓക്കെ, അതുപോലെ എൻഗൾഫ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ വിഴുങ്ങി അതിനെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നു, മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കില്ല് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇപ്പോൾ ഫോറിൻ മെറ്റീരിയൽസ് വല്ലതും നമ്മുടെ ബോഡിക്കുള്ളിൽ കയറിയാൽ ഇതേപോലുള്ള മാക്രോഫേജസ് എന്ത് ചെയ്യും? അതിനെ നശിപ്പിക്കും, അതിനെ വിഴുങ്ങും, അതിനെ തിന്നുകളയും. അതാണ് ഫാഗോസൈറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് സെൽസ് ആർ ഫാഗോസൈറ്റിക് ഇൻ ഫങ്ഷൻ.
അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു സെല്ലിലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പ്ലാസ്മ സെൽസ് ആണ്. പ്ലാസ്മ സെൽസ് ഇതേപോലെയാണ് ഇരിക്കുന്നത്. നല്ല ഒരു റൗണ്ടിനുള്ളിൽ ഒരു ബബിൾ പോലെ ഇരിക്കുന്ന ഒരു സെല്ലാണ്. അതിനുള്ളിലായിട്ട് ഒരു ന്യൂക്ലിയസ് കാണാം. അപ്പൊ ഈ ഒരു സെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ റൗണ്ട് ഇൻ ഷേപ്പ്, നല്ല റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. അതേപോലെ തന്നെ വിത്ത് അസെൻട്രിക്കലി പ്ലേസ്ഡ് ന്യൂക്ലിയസ്. എസെൻട്രിക്കലി പ്ലേസ് എന്ന് വെച്ചാൽ eccentrically placed, ECCENTRIC. അസെൻട്രിക് എന്ന് വെച്ചാൽ സെന്ററിലല്ല. ഇപ്പൊ ഈ ഒരു സെല്ല് തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന്റെ ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ സെന്റർ ആയിരുന്നെങ്കിൽ ഈ ഒരു മിഡിൽ പോർഷനിൽ വരുന്നതിനെ, പക്ഷെ സെന്ററിലല്ല, കുറച്ച് സെന്റർ മാറിയാണ് ഇരിക്കുന്നത്. അതാണ് വിത്ത് അസെൻട്രിക്കലി പ്ലേസ്ഡ് ന്യൂക്ലിയസ്. സെൻട്രൽ അല്ലാത്ത രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ന്യൂക്ലിയസ് ആണ്. ദീസ് സെൽസ് പ്രൊഡ്യൂസ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു സെൽസ് ആൻഡ് ഹെൽപ്പ് ഇൻ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ ബോഡിയെ ഡിഫെൻഡ് ചെയ്യാൻ, മൈക്രോ ഓർഗാനിസത്തിനും കാര്യങ്ങൾക്കൊക്കെ എതിരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആന്റിബോഡീസ് പുറപ്പെടുവിക്കലാണ് ഈ ഒരു പ്ലാസ്മ സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ പ്ലാസ്മ സെല്ലിന്റെ ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിലൊക്കെ നോക്കുമ്പോൾ പ്ലാസ്മ സെൽസ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അടുത്തതായിട്ട് ഈ മാക്രോഫേജിന്റെ പിക്ചറാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാസ്റ്റ് സെൽസ് ആണ് കേട്ടോ. അപ്പോൾ മാസ്റ്റ് സെൽസ് എന്ന് പറയുമ്പോൾ these cells occur in ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കാണുന്നത്. ഒറ്റയ്ക്കല്ല, പല ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കാണുന്നത്. ഗ്രൂപ്പ്സ് ഇൻ റിലേഷൻ ടു ബ്ലഡ് വെസൽസിലൊക്കെ ഒരു ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്ന സെൽസ് ആണ് മാസ്റ്റ് സെൽ എന്ന് പറയുന്നത്. ഇൻ റിലേഷൻ ടു ബ്ലഡ് വെസൽസ് ദേ ആർ ഇറഗുലർലി ഓവൽ വിത്ത് സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ്. ഇറഗുലർലി ഓവൽ റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഓവൽ ഷേപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇറഗുലർലി ഓവൽ. കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓവൽ ആണോ എന്ന് ചോദിച്ചാൽ ഓവൽ അല്ല, ഓവൽ അല്ലേ എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഓവൽ ആണ് എന്ന് പറയാം. അപ്പോൾ ഇറഗുലർലി ഓവൽ ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ഈ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനുള്ളിലായിട്ട് കണ്ടോ ഗ്രാന്യൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് സൈറ്റോപ്ലാസം. ഇതിന്റെ സൈറ്റോപ്ലാസത്തിൽ ഒരുപാട് ഗ്രാന്യൂൾസ് ഉണ്ട്. സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ്, ഇറഗുലർലി ഓവൽ വിത്ത് സൈറ്റോപ്ലാസ്മിക് ഗ്രാന്യൂൾസ്. ദീസ് ഗ്രാന്യൂൾസ് സെക്രീറ്റ് ഹെപ്പാരിൻ, ഹിസ്റ്റമൈൻ, സെറോട്ടോണിൻ എന്ന് പറയുന്ന ഈ കുറച്ച് സാധനങ്ങൾ ഈ ഒരു മാസ്റ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഹെപ്പാരിനും അതേപോലെ ഹിസ്റ്റമൈനും സെറോട്ടോണിനും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പിഗ്മെന്റ് സെൽസ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ പിഗ്മെന്റ്, ഇത്തിരി കളറൊക്കെ കൊടുക്കുന്ന സെൽസ് ആണ് പിഗ്മെന്റ് സെൽസ് എന്നുള്ളത്. ദേ ആർ പ്രസന്റ് ഇൻ ദ സ്കിൻ. നമ്മുടെ സ്കിന്നിലും ഐറിസ്, കണ്ണിന്റെ ഉള്ളിലും അതേപോലെ തന്നെ കൊറോയിഡിലും ഒക്കെ നമുക്ക് കണ്ണില് ഒക്കെ കളർ കൊടുക്കുന്ന, പിഗ്മെന്റ് കൊടുക്കുന്ന ഒരു സെല്ലാണ് പിഗ്മെന്റ് സെൽസ് എന്ന് പറയുന്നത്. ദ മെയിൻ പിഗ്മെന്റ് ഫൗണ്ട് in these cells are melanin. മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് ഈ ഒരു സെല്ലിലൊക്കെ മെയിൻ ആയിട്ട് പ്രസന്റ് ആവുന്ന പിഗ്മെന്റ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും, മെലാനിൻ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇത്തിരി ഡാർക്ക് സ്കിന്നായിട്ടുള്ള ആളുകളിൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. കാരണം അവർക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ മെലാനിൻ പ്രസന്റ് ആയിരിക്കും. മെലാനിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ് അവർക്ക് കുറച്ച് ഡാർക്ക് സ്കിൻ. അതുകൊണ്ട് തന്നെ അവർ നല്ല ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളവരായിരിക്കും. ഒരുപാട് വൈറ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മെലാനിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റിയും അതിനനുസരിച്ച് കുറവായിരിക്കും. അപ്പോൾ അടുത്ത ഏരിയയിലേക്ക് പോവാം. റെറ്റിക്കുലാർ സെൽസ്. അടുത്തത് റെറ്റിക്കുലാർ സെൽസ്. 6th ആയിട്ടുള്ള സെല്ലിന്റെ പേര് റെറ്റിക്കുലാർ സെൽസ് ആണ്. ഈ ഒരു രീതിയിലാണ് റെറ്റിക്കുലാർ സെൽ ഇരിക്കുന്നത്. They are present in reticular connective tissue. Reticular connective tissue നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, കണക്റ്റീവ് ടിഷ്യൂവിൽ. ആ ഒരു റെറ്റിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂവിൽ പ്രസന്റ് ആയിട്ടുള്ള സെൽസ് ആണ് റെറ്റിക്കുലാർ കണക്റ്റീവ് ടിഷ്യൂ. ദീസ് പ്രൊഡ്യൂസ് റെറ്റിക്കുലാർ ഫൈബേഴ്സ്. റെറ്റിക്കുലാർ ഫൈബേഴ്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ ആർ ഫാഗോസൈറ്റിക് ഇൻ ഫംഗ്ഷൻ. ഫാഗോസൈറ്റിക് ഫംഗ്ഷൻ ആണ് ഇതിന്. നേരത്തെ നമ്മൾ പഠിച്ചു ഫാഗോസൈറ്റിക് ഫംഗ്ഷൻ ഉള്ള ഒരു ടൈപ്പ് എന്താണ്? മാക്രോഫേജ്.
മാക്രോഫേജും ഫാഗോസൈറ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ, ബാക്ടീരിയയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് അതിനെ കഴിച്ച് ആ ഒരു നമ്മുടെ ബോഡിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, ഫാഗോസൈറ്റിക് ഫംഗ്ഷൻ ആണ് ഈ റെറ്റിക്കുലാർ സെൽസിനും ഉള്ളത്. ആൻഡ് ദേ ആക്ട് ആസ് സ്റ്റെം സെൽസ് ഫോർ സെല്ലുലാർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്ലഡ്. ഒരു സ്റ്റെം സെൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെല്ലിൻ്റെ ഒരു ബ്ലഡ് സെൽസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കാനും ഒരു കൺസ്ട്രക്ഷനും ഒക്കെ കൂടെ വേണ്ടിയിട്ട് സ്റ്റെം സെൽസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് സെൽസ് ആണ് റെറ്റിക്കുലാർ സെൽസ് എന്ന് പറയുന്നത്. ഇനി പിന്നീട് ബ്ലഡിനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റെം സെൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അതിലേക്കൊക്കെ വരുമ്പോൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഫിസിയോളജിയിലായാലും ഒക്കെ നിങ്ങൾ ഈ ഒരു സ്റ്റെം സെൽസ് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ അനാട്ടമി ആയാലും ഫിസിയോളജി ആയാലും ഇതിലെ പല ചാപ്റ്റേഴ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ എന്ത് പഠിച്ചാലും, ഏതെങ്കിലും ഒരു ഓർഗൻ പഠിച്ചാലും നമ്മൾ പഠിക്കും ഈ ഒരു ഓർഗൻ, ഈ എല്ലിൻ്റെ ഓപ്പോസിറ്റ്, ഫ്രണ്ടിലായിട്ട് ഈ ഒരു എല്ല്, ബാക്കിലായിട്ട് വേറൊരു മസില്, സൈഡിലായിട്ട് വേറൊരു ഓർഗൻ, അങ്ങനെ അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തൊക്കെ പഠിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ എടുത്താൽ നമ്മൾ ആ ഒരു ഓർഗൻ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത് പല ഡിഫറെൻറ്റ് സിസ്റ്റത്തിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. എല്ലാ ചാപ്റ്റേഴ്സും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഹ്യൂമൻ ബോഡി പ്രോപ്പറായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത ലാസ്റ്റ് ആയിട്ടുള്ള സെല്ലിലേക്ക് പോവാം, ഫാറ്റ് സെൽസ്. ഫാറ്റ് സെൽസ് അല്ലാന്നുണ്ടെങ്കിൽ അഡിപ്പോസൈറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഫാറ്റ് സെൽസ് വരയ്ക്കാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫാറ്റ് സെല്ല് വരയ്ക്കാനായിട്ട് ഒരു പോളിഗണൽ ഷേപ്പാണ് ഫാറ്റ് സെല്ലിനുള്ളത്. പറഞ്ഞ ഒരു സാധനമാണ് ഇത്. ആ സമയം ഈ നോട്ടൊക്കെ ഞാൻ എഴുതിയത് എൻ്റെ ഫസ്റ്റ് ഇയറിലാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ എന്തൊക്കെയാണ് ഈ നോട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നെ കാണാതെയൊക്കെ ഇപ്പോഴാണത് കറക്റ്റായിട്ട് അറിയാമെന്നുള്ള, ഇതാണ് അതിൻ്റെ സ്പെല്ലിങ്, ഇതാണ് അതിൻ്റെ മീനിങ് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നോട്ട്സിലൊക്കെ ആവശ്യത്തിന് ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അസെൻട്രിക് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ന്യൂക്ലിയസ് മിഡിലിലല്ല, പകരം സൈഡിലേട്ടാണ് ഇരിക്കുന്നത്, അസെൻട്രിക് ആയിട്ടുള്ള ന്യൂക്ലിയസ്. ഓക്കെ, അസെൻട്രിക്കലി പ്ലേസ്ഡ് ന്യൂക്ലിയസ്. സൈറ്റോപ്ലാസം കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് ഫാറ്റ്. ഇപ്പോൾ ഈ ഒരു ഏരിയയില്ലേ, ഇത് തന്നെ ഫാറ്റ് ആണ്. ഒരു ഫാറ്റ് സെൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഫാറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വലിയ രീതിയിൽ ഫാറ്റ് ഉണ്ട്, കൊഴുപ്പുണ്ട്. ഓക്കെ, അതാണ് ഫാറ്റ് സെൽസ് അല്ലെങ്കിൽ അഡിപ്പോസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്പ് സെൽസ് ആണുള്ളത്, 7 ടൈപ്പ് ഓഫ് സെൽസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം നെക്സ്റ്റ് പോർഷൻ കുറച്ചും കൂടെ, അടുത്ത പോർഷൻ ഇതേപോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോർഷനാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആവും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പോർഷൻ വെച്ച് തീർത്തത്. അപ്പോൾ നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടാണ് നമ്മളിന്ന് തീർക്കുന്നത്. അപ്പോൾ ആ കണക്റ്റീവ് ടിഷ്യൂ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ നോക്കി വെക്കുക. പറ്റുന്ന സ്ട്രക്ചേഴ്സ് പഠിച്ചാൽ മതി. മാക്സിമം കുഞ്ഞു പിക്ചേഴ്സൊക്കെ പഠിച്ചു വെക്കുക. അതാവുമ്പോൾ നമ്മുടെ ആൻസർ കീയിലൊക്കെ നമുക്ക് എഴുതാനായിട്ട് അല്ലെങ്കിൽ വരയ്ക്കാനായിട്ട് കുഞ്ഞു പിക്ചേഴ്സൊക്കെ അറിയായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഈ ഒരു പോർഷനിലുള്ള 2 ടോപ്പിക്ക് പഠിച്ച ഈ ഒരു ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസ് ഒഴിച്ചിട്ട് ബാക്കി ഒരു ടൈപ്പ് ഓഫ് സെൽസ് ആയാലും ശരി, ഫൈബേഴ്സ് ആയാലും ശരി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഷോർട്ട് നോട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക. അതിൻ്റെ പിക്ചർ അത്രയ്ക്ക് അറിയില്ലെങ്കിലും ടൈപ്പ് ഓഫ് ഫൈബേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ മിനിമം ഒരു 3 പിക്ചറെങ്കിലും ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഇതിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഏറ്റവും ഈസി വരയ്ക്കാനായിട്ട് ഈ ഫാറ്റ് സെൽസും പിന്നെ അതേപോലെ തന്നെ മാസ്റ്റ് സെൽസും ഈ ഒരു പ്ലാസ്മ സെൽസ്, മാക്രോഫേജസ്, ഫൈബ്രോബ്ലാസ്റ്റ്, ഈ ഇത്രയും പിക്ചേഴ്സ് വരയ്ക്കാനായിട്ട് ഇത്തിരി ഈസിയാണ്. ഡയഗ്രാം സീരീസ് നിങ്ങൾ കണ്ടു നോക്കുക, അതിനകത്ത് ഇതുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂസ് മാത്രം ഒന്ന് വരയ്ക്കാനായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ പല ഡിഫറൻസസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഫറൻസ് പറഞ്ഞതെന്ന് പറയുന്നത് 2 ടൈപ്പ് ഫൈബേഴ്സ് ആയിരുന്നു. ഇലാസ്റ്റിക് ഫൈബേഴ്സും അതേപോലെ കൊളാജൻ ഫൈബേഴ്സും. ഇലാസ്റ്റിക്കും കൊളാജനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ ഇതിൽ നോക്കി വെച്ചിരിക്കുക. ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആൻഡ് കൊളാജൻ ഫൈബേഴ്സിന്റെ ഒരു ഡിഫറൻസ്. കാരണം അതിൽ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇലാസ്റ്റിക് എന്ന് പറയുന്നത് യെല്ലോ കളറും അതേപോലെ കൊളാജൻ എന്ന് പറയുന്നത് വൈറ്റ് കളറും. ഇലാസ്റ്റിക് കുറച്ചും കൂടെ തിക്കാണ്, പക്ഷെ കൊളാജൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ
ഇനിയും അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂഷൻ ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നോട്ട്സ് ഒക്കെ ആണെങ്കിൽ പറയുക. എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ മിസ്റ്റേക്സ്, ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഞാൻ നോക്കാതെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്തോളൂ. ഞാനത് പിൻ ചെയ്ത് വെക്കാം അതൊരു മിസ്റ്റേക്കാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. തീർച്ചയായിട്ടും ഇനിയും ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.